നിലവിലെ ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിലെ ടോപ്പ് 5 അൺറേറ്റഡ് പ്ലേയേഴ്സിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. പിന്നെ ഇത്രയും ദിവസങ്ങളായിട്ട് ISL ഇല്ല എന്നുള്ളൊരു ഉത്തരങ്ങളാണ് പല സൈഡിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ AFF കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിലവിൽ ISL ഏറ്റെടുക്കാൻ ആരുമില്ല. ഇനിയിപ്പോൾ കമ്മിറ്റ് ചെയ്യാത്തതും കമ്മിറ്റ് ചെയ്തതുമായിട്ടൊക്കെ ആയിട്ട് തന്നെ FSG തന്നെ അവസാന ഒരു സെഗ്മെന്റിൽ ഏറ്റെടുക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു സീസണിൽ ISL ഉണ്ടാകും എന്നുള്ളതാണ്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റിയതായിരുന്നു. അല്ലാണ്ട് വെറുതെ ഇപ്പം ഞാനാണെങ്കിലും വേറെ സ്പോർട്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ISL ഈ സീസണിൽ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനെ ചൊല്ലി ഒരുപാട് ഇന്ത്യൻ താരങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടി അവരുടെ സൈഡിൽ നിന്നും അവരുടെ വാക്കുകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നുകൊണ്ടും അങ്ങ് വൈകിയിട്ടില്ല. അവസാന സമയത്ത് വലിയൊരു മിറാക്കിൾ തന്നെ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അനാലിസിസിലേക്ക് വരാം. ടോപ്പ് 5 അൺറേറ്റഡ് പ്ലേയേഴ്സ് ഇൻ KBFC സ്ക്വാഡ്. നിലവിലിപ്പോൾ സൂപ്പർ കപ്പിൽ 3 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ സൂപ്പർ കപ്പിൽ നിന്നും പുറത്താകുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 3 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ ഒരു ടോപ്പ് അൺറേറ്റഡ് പെർഫോമൻസ് കാഴ്ചവെച്ച 5 താരങ്ങളെ നമുക്ക് വിലയിരുത്താം. അതിൽ അവസാന 5ാമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 5th വൺ, 5ാമതായിട്ട് മണിപ്പൂരുകാരനായിട്ടുള്ള കൊറു സിംഗ് ആണ്. വാട്ട് എ മാൻ, വാട്ട് എ ബ്രില്യൻസ് ഇൻ ക്ലിനിക്കൽ ടച്ചസ്. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിൽ മോസ്റ്റ് സക്സസ്ഫുൾ പാസുകൾ ആരാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങിൽ കൊറു സിംഗ് മാത്രമാണ്. ഒട്ടും അത്ര അഗ്രസീവ് അല്ല, പക്ഷെ ഭയങ്കര പൊട്ടൻഷ്യൽ ആണ് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്. വളരെ കാം ആൻഡ് കൂൾ ആയിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഡൈൻ മൊമെന്റ്സിലൊക്കെ ഏറ്റവും അധികം അപകടങ്ങൾ വിങ്ങിലൂടെ സൃഷ്ടിക്കുകയും മാത്രമല്ല ഒരു ഗോൾ കൂടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു സൂപ്പർ കപ്പിൽ നേടിയിട്ടുള്ള ഒരു താരവും കൂടിയാണ് കൊറു സിംഗ്. ആ ഒരു ഗോൾ തന്നെ എത്രത്തോളം മഹത്വം ഉണ്ട്, ആ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. കാരണം ഒരു ഓഫ് സൈഡ് പൊസിഷനിലൊന്നും കെണിയിൽ പെടാതെ ഒരു ഓഫ് ബാലൻസ് സിറ്റുവേഷനിലാണ് ആ ഒരു കൊറു സിംഗ് തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുന്നത്. ഒരു ഡിസ്ബാലൻസ് പൊസിഷനിലാണ് ഓൾറെഡി കൊറു സിംഗ് നിൽക്കുന്നത്. അതേ ഒരു ആക്യുറസിയിൽ ആ ഒരു ഫിനിഷിംഗ് നടത്താൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഒരു സമയത്ത് കൊറു സിംഗിന് ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു 5th പൊസിഷനിൽ എന്തുകൊണ്ടും അർഹിക്കപ്പെട്ട ഒരു താരം കൊറു സിംഗ് മാത്രമാണ്. ദെൻ 4th വൺ, 4ാമതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു കൊച്ചു കൂട്ടായ്മ നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടും പിന്തുണയും കൊണ്ട് വലിയൊരു അംഗീകാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളോട് നന്ദി പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇതുകൊണ്ടൊന്നും ഞാനോ നിങ്ങളോ അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്നും എനിക്കറിയാം. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ തന്നെ കൂടെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി അതൊക്കെ വിടാം. ഇനി 4th പൊസിഷനിൽ 4ാമതായിട്ട് നമ്മുടെ നോറ ഫെർണാണ്ടസിനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ക്രൂഷ്യൽ മൊമെന്റ്സിലും അതിനിർണായകമായിട്ടുള്ള സമയത്തൊക്കെ മികച്ച സേവുമായിട്ട് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ള കാവൽ മാലാഖിയാണ് ഇന്ന് നോറ ഫെർണാണ്ടസ്. ഫീൽഡിൽ പല സമയത്തും സഹതാരങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ബോണ്ടിങ് നോറ ഫെർണാണ്ടസിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. മാത്രമല്ല അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഒപ്പോണന്റ് സൈഡിൽ നിന്നും ആക്രമണങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പൊസിഷൻ ആ ഒരു ഗോൾ വലയ്ക്ക് മുന്നിൽ കീപ്പ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, തുടർന്ന് ആ ഒരു വിഷൻ കൊണ്ടുവരിക എന്നുള്ളൊരു കൃത്യമായിട്ടൊരു ദൗത്യം പൂർത്തീകരിക്കുന്ന ഒരു താരമായിട്ടാണ് നോറ ഫെർണാണ്ടസിനെ നമുക്ക് പലതവണയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത്രയും നാൾ എവിടെയായിരുന്നു മുത്ത എന്നാണ് ആരാധകർക്ക് ഇന്ന് ചോദിക്കാനുള്ളത്. ഇനി ഫൈനൽ 3യിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു 3ാമത്തെ പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സെന്റർ ബാക്ക് ആയിട്ടുള്ള ജുവാൻ റോഡ്രിഗസ് ആണ് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ എൻഡയർ ലീഡർഷിപ്പ് വഹിക്കുന്ന ഒരു താരവും കൂടിയാണ് ജുവാൻ റോഡ്രിഗസ്. ലെസ്കോവിക്കിന് ശേഷം അടുത്തൊരു കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരുന്നില്ല. ജുവാൻ റോഡ്രിഗസ് വെറുതെ അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ മറ്റ് സഹകളിക്കാർക്ക് കൂടി ഒരു പ്രത്യേക ഊർജ്ജം ലഭിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഹീസ് ആൻ മെന്റർ. നിങ്ങൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ക്രൂഷ്യൽ മൊമെന്റ്സിലൊക്കെ വരുന്ന ഏരിയൽ ബോളുകളിൽ കൃത്യമായിട്ടുള്ള റീച്ചിങ് നടത്തി ഹെഡ് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കളയുന്ന ജുവാൻ റോഡ്രിഗസിനെ നമുക്ക് പല സിറ്റുവേഷനിലും കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ടാക്ലിംഗ് കൂടി ഇദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷത കൂടിയാണ്. ഈ ഒരു ടാക്കിൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഐബൻ ഡോഗ്ലിൻ ചെസ്റ്റ് ചെയ്ത് നമ്മുടെ ജുവാൻ റോഡ്രിഗസിന് കൈമാറുന്നുണ്ട്. അവിടെ ഒരു ടൈമിങ് തെറ്റി ഒപ്പോണന്റ് പ്ലെയർ ഓടി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ജുവാൻ റോഡ്രിഗസ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് പുറകിലാണ്. ആ ഒരു പുറകിൽ നിന്നും ഓടി വന്നിട്ടാണ് ഒപ്പോണന്റിനെ ടാക്കിൾ ചെയ്ത് ആ ഒരു പന്തെടുത്ത് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തുന്നത്. അൺഡൗട്ടഡ്ലി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും താരങ്ങൾക്കൊക്കെ ഒരു വലിയൊരു പ്രചോദനം കൂടിയാണ് ജുവാൻ റോഡ്രിഗസ്. ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിൽ ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ജുവാൻ റോഡ്രിഗസിന്റെ പൊസിഷനും സന്ദീപ് സിംഗിന്റെ പൊസിഷനും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് സന്ദീപ് സിംഗ് എടുക്കേണ്ട ഒരു കാര്യം, ആ ഒരു സന്ദീപ് സിംഗിന്റെ ഡ്യൂട്ടി കൂടി ജുവാൻ റോഡ്രിഗസ് ഏറ്റെടുത്ത് ആ ഒരു വിങ് ബാക്കിൽ കൂടി ഇടപെടലുകൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ലാസ്റ്റ് ജുവാൻ റോഡ്രിഗസ് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സന്ദീപ് സിംഗിനോട് പറയുന്നുണ്ട് നിന്റെ പൊസിഷനിലേക്ക് നീ തിരിച്ചു മടങ്ങൂ എന്നുള്ളൊരു കാര്യം കൂടി അവിടെ വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ ഒരു ലീഡർഷിപ്പ് വഹിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു താരമാണ് ജുവാൻ റോഡ്രിഗസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ ഫൈനൽ 3-ൽ ഞാൻ ഉൾപ്പെടുത്തുന്ന ഒരു താരമാണ് ജുവാൻ റോഡ്രിഗസ്. ആൻഡ് ദി സെക്കൻഡ് വൺ, രണ്ടാമതായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള കോൾഡോ ഒബിയറ്റയാണ്. ഈ ഒരു സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 മത്സരങ്ങളിൽ നിന്നായിട്ട് 3 ഗോളുകൾ ഇദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഗോൾഡൻ ബൂട്ട് റേസിൽ ഇദ്ദേഹം ഒന്നാമതാണ്. കോൾഡോ ഒബിയറ്റയുടെ ആ ഒരു കളിശൈലി എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് അത്രങ്ങ് അഡ്വാൻസ് ചെയ്ത് കളിക്കാതെ മധ്യനിരയിലേക്ക് ഇറങ്ങി വന്ന് ഡ്രോപ്പ് സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്ത് ഇപ്പോൾ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ലൂണയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ നടത്തി അതുവഴി ആക്രമണങ്ങൾ കൊണ്ടുവരിക. അതായത് ഒരു കോമ്പിനേഷൻ പ്ലേ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് അവിടെ കോൾഡോ ഒബിയറ്റയ്ക്കുള്ളത്. ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നേരത്തെ ഞാൻ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മുന്നേറ്റ നിര മാത്രം കാണുമ്പോൾ പഴയ ഒരു അൽവാരോ ഡയസ് സീസൺ ആയിട്ട് നമുക്ക് ഈ ഒരു മുന്നേറ്റ നിര കാണുമ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇനി ഒബിയറ്റയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര വൈഡറായിട്ട് ചെന്ന് ആ ഒരു വിട്ടെടുത്ത് പ്രസ് ചെയ്യാൻ ചെല്ലുന്ന കോൾഡോ ഒബിയറ്റെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാഹചര്യം മനസ്സിലാക്കി പ്രഷർ ഇടുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അല്ലെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ട ഒരു ഇമ്പാക്റ്റ്, ആ ഒരു ഔട്ട്പുട്ട് ഇദ്ദേഹത്തിന് ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ വിടാം. ഈ ഒരു റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് ആരായിരിക്കും വരാം? ലൂണയും നോഹയും ഒന്നും ഈ ഒരു ഓപ്ഷനിലേ ഇല്ല. പിന്നെ ആരായിരിക്കും? ഓൾറെഡി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 3 ഗോളുകൾ അടിച്ച കോൾഡോ ഒബിയറ്റെ കൂടി പറഞ്ഞു കഴിഞ്ഞു. റാങ്കിങ് നമ്പർ 1 ആൻഡ് ഓൺലി പോർച്ചുഗീസ് അറ്റാക്കിംഗ് വിങ്ങർ, പറയുന്നത് ടിയാഗോ ആൽവസിനെ കുറിച്ചാണ്. വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം ഇദ്ദേഹം ഫീൽഡിൽ കളിച്ചിട്ടുള്ളൂ എങ്കിലും കളിച്ച സമയങ്ങളിലൊക്കെ ഭയങ്കര മാരക പെർഫോമൻസ് ആണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് ആണെങ്കിൽ പോലും ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു ഫസ്റ്റ് ടച്ചുകളും മാത്രമല്ല കട്ട് ബാക്കുകളൊക്കെ നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ കോൾഡോ ഒബിയറ്റേക്കാളും കോമ്പിനേഷൻ പ്ലേ കളിക്കാൻ വിങ്ങിൽ ഏറ്റവും അധികം കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരവും കൂടിയാണ് ടിയാഗോ ആൽവസ്. കോമ്പിനേഷൻ പ്ലേ കളിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനൊടുവിൽ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരുന്നതിലാണ് കാര്യം. ഇവിടെ ടിയാഗോ ആൽവസും അഡ്രിയാൻ ലൂണയും കൊറൂസിംഗും തമ്മിലൊരു കോമ്പിനേഷൻ പ്ലേ നടത്തുന്നു. ലാസ്റ്റ് അഡ്രിയാൻ ലൂണ ഒരു ഡയറക്റ്റ് ഒരു എയർലി ത്രൂ ബോൾ നമ്മുടെ ടിയാഗോ ആൽവസിലേക്ക് വെച്ച് നീട്ടുന്നു. അവിടെ ഓടിയെടുത്ത ഒരു പേസ് എടുത്തു ടിയാഗോ ആൽവസ് അവിടെ ഗോൾ അടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇൻപ്രോപ്പർ ആംഗിൾ ആയതുകൊണ്ട് തന്നെ താരം അവിടെ ഔട്ട് ബാലൻസ് ആയിട്ട് കിക്ക് പ്രോപ്പർ ആവാതെ ആ ഒരു പന്ത് പുറത്തേക്ക് അടിച്ചു കളയുകയായിരുന്നു. ഇവിടെയും ഒരിക്കലും ടിയാഗോ ആൽവസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലൂണ ഇട്ടുകൊടുത്ത ആ ഒരു പന്തിന്റെ പൊസിഷനും ടിയാഗോ ഓടി വരുന്ന ഒരു പൊസിഷനും ശ്രദ്ധിക്കുക. അത്രയും പേസ് എടുത്ത് ചാർജ് ചെയ്ത് പന്തെടുത്തു. പക്ഷെ ആ ഒരു ഫൈനൽ ഫിനിഷിംഗ് പോയിന്റ് എത്തിയപ്പോഴത്തേക്കും താരം ഓഫ് ബാലൻസ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. എങ്കിലും ആ ഒരു ഷോട്ട് എടുത്തത് ഗോൾ വലയിൽ നിന്നും വലിയൊരു അകലത്തിലേക്കൊന്നും അല്ല പോയിട്ടുള്ളത്. ചെറിയൊരു വൈഡായിട്ടാണ് ആ ഒരു പന്ത് പുറത്തേക്ക് പോയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഇതുവരെയായിട്ടും ഈ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോളുകളൊന്നും ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആ ഒരു കളിശൈലിയും ആ ഒരു അട്രിബ്യൂട്ടൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനാണ് ഈ ഒരു അൺറേറ്റഡ് പെർഫോമൻസിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നത്. ഓക്കെ, ഇനി മൊത്തത്തിൽ ഈ പറഞ്ഞ 5 താരങ്ങളെ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ 5-ാം സ്ഥാനത്ത് കൊറൂസിംഗ് ആണ് വരുന്നത്. 4-ാം സ്ഥാനത്ത് നമ്മുടെ നോറ ഫെർണാണ്ടസ് ഗോൾ കീപ്പറും 3-ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് ആയിട്ടുള്ള ജുവാൻ റോഡ്രിഗസും 2-ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള കോൾഡോ ഒബിയറ്റയും 1-ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ പോർച്ചുഗീസ് ഫിംഗർ ആയിട്ടുള്ള ടിയാഗോ ആൽവസുമാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റാങ്കിങ് തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ ISL നടക്കുവാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇനി എങ്ങനെ എത്തരത്തിലൊരു കണ്ടന്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളതും അതും തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ ഇനിയും അധികം പറഞ്ഞ് വൈകിപ്പിക്കാതെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കായിക ലോകത്തെ പുതുപുത്തൻ ഡീകോഡിംഗ് അപ്ഡേഷൻ അനാലിസിസുമായി നമ്മൾ വീണ്ടും വരും. മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വരുമ്പോഴത്തേക്കും സെൻസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.